ഒരു സീക്രട്ട് ടാസ്ക് ഏൽപ്പിക്കുകയാണ്. മുൻപിലുള്ള ഫോൺ കണ്ടില്ലേ? കണ്ടു ബിഗ് ബോസ്. എന്റെ മനസ്സിൽ ചില പ്ലാനൊക്കെ ഉണ്ട്. ഇടയ്ക്ക് ഞാൻ ഫോണിലൂടെ പല സമയങ്ങളിൽ അറിയിപ്പ് നൽകുമ്പോൾ വീടിന്റെ പല ഭാഗങ്ങളിൽ ആഹാര സാധനങ്ങൾ വച്ചിട്ടുണ്ടാകും. അത് മറ്റാരും കാണാതെ എടുത്ത് കഴിക്കുക എന്നതാണ് നിങ്ങൾക്ക് നൽകുന്ന സീക്രട്ട് ടാസ്ക്. എങ്ങനെ സാധിക്കുന്നു? അത് ലഭിക്കുന്ന സ്ഥലത്ത് വെച്ചോ, ബാത്റൂമിനകത്ത് വെച്ചോ, ഡ്രസ്സിംഗ് ഏരിയയിൽ വെച്ചോ കഴിക്കാൻ പാടില്ല. തുറന്ന സ്ഥലങ്ങളിൽ മറ്റുള്ളവരുടെ കണ്ണുവെട്ടിച്ച് തന്ത്രപൂർവം കഴിക്കുക. അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. പിന്നെ ആര്യൻ, ഒരു കാര്യം, പിടിക്കപ്പെട്ടാൽ എനിക്ക് ആര്യനെയും അറിയില്ല, ആര്യൻ എന്നെയും അറിയില്ല. അപ്പൊ പ്രശ്നം ഗുരുതരമാണ്. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. ഞാനൊരു കുഴപ്പമുണ്ടാക്കില്ല. ബിഗ് ബോസ്, എനിക്ക് മനസ്സിലായി എന്തിനാ വിളിപ്പിച്ചാണ്. പറയൂ, എന്തിനാണ്? ചിലരുടെ ഓവർ ആക്ഷൻസ് ഒക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇത് സീക്രട്ട് ടാസ്ക് തരാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായി. കൊള്ളാം, എവനാള് കൊള്ളാം. എന്താടാ അത്? ഒരു ആഹാര വസ്തു ആക്ടിവിറ്റി ഏരിയയിൽ വെച്ചിട്ടുണ്ട്. കുറെ നാളായിട്ട് വെച്ചിട്ടുണ്ടെന്ന് നമ്പീശൻ എന്നോട് പറഞ്ഞതല്ലേ? അവിടേക്ക് പോകുന്ന വഴിയിൽ നിന്ന് കഴിക്കാൻ പാടില്ല. ഓക്കെ. പിടിക്കപ്പെട്ടാൽ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഓർമ്മയുണ്ട് ബിഗ് ബോസ്. നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പരപരബോ കോഴി പരപരബാ, കോഴി പരപരബോ, കോഴി പരപരബാ. ഇന്ദ്രരത്നം, ഹായ് ഇന്ദ്രരത്നം. എന്താ ഉർമിച്ചേട്ടാ ഇത്? വിഴുങ്ങാതെ സാവധാനം തിന്നെ. ഈ തവണ ആര്യന് വിശ്വസ്തനായ ഒരാളെ ടാസ്ക് ചെയ്യുന്നതിനായി കൂടെ കൂട്ടാം. തെറ്റിച്ചാൽ ഞാൻ ഒറ്റിക്കൊടുക്കും. പിടിക്കപ്പെട്ടാൽ എന്നെ നോക്കുകയേ വേണ്ട. അവിടെ നോക്കല്ലേ എന്റെ പൊന്നോ ക്യാമറ. പിള്ളേരുള്ള വീടാണ്. നിനക്ക് ഞാൻ കൃത്യമായിട്ട് പറയാം എന്താ കാര്യം. അപ്പൊ കാണാം. See you. Bye.